ഒരുക്കമുള്ള ഹൃദയത്തിലാണ് കർത്താവിൻ്റെ വചനം 100 പേരെയും 60 പേരെയും ഒക്കെ ഫലം പുറപ്പെടുവിക്കുന്നത്. ഒരുക്കമെന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചൊരുങ്ങുക, ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി ഒരുങ്ങുക. നമുക്ക് പ്രൈസ് ആൻഡ് വർഷിപ്പിലേക്ക് കടന്നു പോകാം. പ്രൈസ് ആൻഡ് വർഷിപ്പ് എന്ന് പറഞ്ഞാൽ സ്വർഗം തുറക്കപ്പെടുന്ന അനുഗ്രഹങ്ങൾ ഇറങ്ങുന്ന സമയമാണ്. ഇതിന് നമ്മെ സഹായിക്കുന്നത് ശാലോം ശുശ്രൂഷകനായ ടിജോ തോമസ് ആണ്. അദ്ദേഹത്തോട് ചേർന്ന് നമുക്ക് കർത്താവിനെ സ്തുതിക്കാൻ വേണ്ടി ഒരുങ്ങാം. പ്രിയമുള്ളവരെ, നമ്മളൊരല്പസമയം നമ്മുടെ ദൈവത്തെ ആരാധിക്കാൻ ഒരുങ്ങുകയാണ്. ഒന്ന് കണ്ണുകൾ അടയ്ക്കാമോ? ദൈവത്തിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുവാൻ നമുക്ക് വാക്കുകളില്ല. ദൈവത്തിൻ്റെ മഹത്വത്തിന് ചേർന്ന രീതിയിൽ അവിടുത്തെ ആരാധിക്കുക നമുക്ക് സാധ്യമല്ല. നമ്മുടെ കണ്ണുകൾ അടച്ച് ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരെ കുറിച്ചും സ്വർഗം കാണുന്നത് ദൈവം മാത്രം ആശ്രയമുള്ളവരുടെ ഒരു സമൂഹമാണ്. നമ്മൾ പല വഴിക്ക് പോയിട്ടുണ്ടാകും രക്ഷ തേടി, ഒരാശ്വാസം തേടി നമ്മൾ പലതും നോക്കിയിട്ടുണ്ടാകും. ഒടുവിൽ നമ്മൾ തിരിച്ചറിഞ്ഞു, ദൈവം മാത്രമേ ഉള്ളൂ എനിക്ക് രക്ഷ, ദൈവത്തിന് മാത്രമേ എന്നെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരു തിരിച്ചറിവിലാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. അവൻ്റെ വലിപ്പം നമ്മൾ തിരിച്ചറിയുന്നു, അവൻ്റെ ശക്തി നമ്മൾ തിരിച്ചറിയുന്നു. നമ്മൾ ഈ സമയം മറ്റൊന്നിനെ കുറിച്ചും ആകുലപ്പെടാതെ, നമ്മുടെ രോഗങ്ങളുണ്ടാകാം, സാമ്പത്തിക തകർച്ചകൾ, കടബാധ്യതകൾ, വലിയ പ്രതിസന്ധികളുണ്ടെങ്കിലും അവയെല്ലാം എൻ്റെ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ മുൻപിൽ ചെറുതാണ്. അവിടുത്തെ ശക്തിയുടെ മുൻപിൽ എൻ്റെ രോഗങ്ങൾ ചെറുതാണ്. ഹൃദയം കൊണ്ടൊന്ന് ഏറ്റു പറയാമോ? എൻ്റെ ദൈവം വലിയവനാണ്, മഹത്വവാനാണ്, കഷ്ടതകളിൽ നിശ്ചയമായ തുണയാണ്. ഓ ദൈവമേ, അവിടുത്തെ കരങ്ങളിൽ ഞങ്ങളുടെ എല്ലാ കഷ്ടതകളും സമർപ്പിക്കുന്നു. അവിടുന്ന് മാത്രമാണ് അഭയമെന്ന് ഈ രാത്രിയിൽ ഞാൻ ഏറ്റുപറയുന്നു. അവിടുന്ന് എല്ലാറ്റിനും വലിയവനാണെന്ന് ഞാൻ ഏറ്റുപറയുന്നു. അവിടുത്തെ സന്നിധിയിൽ 2 കരങ്ങളും ഒന്ന് ഉയർത്താമോ? ദൈവം മാത്രമേ നമുക്ക് അഭയമുള്ളൂ. മനുഷ്യർക്ക് ആർക്കും നമ്മെ രക്ഷിക്കാൻ സാധിക്കുകയില്ല. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് ദൈവത്തിൽ ആശ്രയിക്കുന്നതെന്ന് ദൈവവചനം നമ്മളോട് പറയുന്നു. ഓ ദൈവമേ, 2 കരങ്ങളും ഇതാ ഞങ്ങൾ ഉയർത്തുന്നു. അവിടുത്തേക്ക് മാത്രമേ എന്നെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ തിരിച്ചറിവോടെ വിളിക്കാം, യേശുവേ, യേശുവേ, യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാം വിട്ടുകൊടുത്ത് ആരാധിക്കാമോ? ജീവൻ വിട്ടുകൊടുത്ത് ആരാധിക്കാമോ? യേശുവേ, 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 യേശുവേ. സ്വരമുയർത്തി ആരാധിക്കുക, സ്വരമുയർത്തി ആരാധിക്കുക. യേശുവേ, യേശുവേ, യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ദൈവത്തിന്റെ മഹത്വത്തിന് ചേർന്ന രീതിയിലാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കേണ്ടത്. മാലാഖമാരോട് ചേർന്ന്, സ്വർഗവാസികളോട് ചേർന്ന് അവിടുത്തെ മക്കളായ നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ സ്വർഗം തന്റെ ശക്തി നമ്മുടെ മേൽ ചൊരിയും. സ്വർഗത്തിന്റെ കൃപ നമ്മുടെ മേൽ ഇറങ്ങി വരും. നമ്മുടെ രോഗക്കിടക്കയിലേക്ക് ദൈവശക്തി ഇറങ്ങും. ഹല്ലേലൂയ, യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കാമോ? ചേർന്ന് സ്തുതിക്കാമോ? യേശുവിനെ ആരാധിക്കാമോ? നന്ദി പറയുന്നു, നന്ദി പറയുന്നു. ഈ രാത്രിയിൽ ഞങ്ങൾ ഇതാ അടിയറവ് വയ്ക്കുന്നു, അങ്ങയുടെ പാദത്തിൽ ഞങ്ങൾ വയ്ക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ മേൽ അങ്ങയുടെ മഹത്വം ഇറങ്ങട്ടെ. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയുടെ മഹത്വം ഇറങ്ങട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വീരനാം ദൈവം, മഹിമയുള്ള ദൈവം, ഉന്നത ദേവൻ, നീതിൻ സൂര്യൻ, രാജാധിരാജനാമിശിഹാ. ചേർന്ന് പാടാമോ? അവൻ അത്ഭുതവാനായ ദൈവത്തെ ആരാധിക്കാമോ? നിത്യതാതനാം വീരനാം ദൈവം, ഉന്നത ദേവൻ, നീതിൻ സൂര്യൻ, രാജാധിരാജനാമിശിഹാ. ദൈവം പരിശുദ്ധനാണ്, ദൈവം സർവശക്തനാണ്. അവന്റെ പരിശുദ്ധിയെ വാഴ്ത്താം, അവന്റെ മഹത്വം ഏറ്റുപറയാം. സ്വർഗവാസികളോട് ചേർന്ന്
മക്കൾ ആരാധിക്കുന്നു പിതാവേ. ശബ്ദം വിട്ടുകൊടുത്ത് ആരാധിക്കാം. ദൈവത്തിന്റെ മഹത്വത്തിന് ചേർന്ന രീതിയിൽ അങ്ങയുടെ മക്കൾ ആരാധിക്കുമ്പോൾ അവിടുന്ന് ഞങ്ങളിലേക്ക് ഇറങ്ങി വരും പിതാവേ. ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ അങ്ങയുടെ മക്കളാണ്. ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുവാനായി ഈ സമയം ഒരുമിച്ച് ചേരുന്നു പിതാവേ. നിന്റെ മക്കൾ ഒന്ന് ചേർന്ന് നിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുക. എത്ര മഹോത്തരം! യേശുവേ, 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 യേശുവേ. നമുക്ക് എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഈശോയുടെ സന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുന്നു. സങ്കീർത്തനം 150:2. ശക്തമായ പ്രവൃത്തികളെ പ്രതി അവിടുത്തെ സ്തുതിക്കുവിൻ. അവിടുത്തെ മഹിമാതിശയത്തിന് ചേർന്ന വിധിയിൽ അവിടുത്തെ സ്തുതിക്കുവിൻ. പ്രിയരെ, ദൈവത്തിന്റെ ശക്തമായ പ്രവൃത്തിക്ക് ചേർന്ന രീതിയിൽ അവിടുത്തെ സ്തുതിക്കുവിൻ. അവിടുത്തെ മഹത്വത്തിന് ചേർന്ന രീതിയിൽ അവിടുത്തെ സ്തുതിക്കുവിൻ. രണ്ട് കരങ്ങളെയും ഒന്ന് ഉയർത്തുക. അവൻ എത്ര വലിയവനെന്നൊന്ന് ചിന്തിക്ക്. ഈ ലോകത്തിൽ ആർക്കും ചോദ്യം ചെയ്യാൻ കഴിയാത്തത്ര മഹത്വമുള്ളവനെയാണ് നിങ്ങൾ ആരാധിക്കുന്നത്, നമ്മൾ ആരാധിക്കുന്നത്. ഓ ദൈവമേ, നിന്റെ മഹത്വം ഈ ആലയത്തിലേക്ക് ഇറങ്ങട്ടെ. നിന്റെ മഹത്വം എന്റെ ജീവിതത്തിലേക്ക്, നിന്റെ മഹത്വം എന്റെ കഷ്ടതയിലേക്ക്. മനുഷ്യന്റെ കഷ്ടതയിൽ അവൻ നിലവിളിക്കുമ്പോൾ ദൈവമഹത്വം ഇറങ്ങി വരുന്നു. ഈശോയേ, എന്റെ രോഗങ്ങൾ, എന്റെ കഷ്ടതകൾ, എന്റെ ക്ലേശങ്ങളെല്ലാം ഈ ആരാധനയിൽ അലിഞ്ഞു ചേരും. ഈ ആരാധനയിൽ അവയെല്ലാം ഉരുകിത്തീരും. വിശ്വസിക്കുക, നിന്റെ കഷ്ടതയിലേക്ക് ദൈവം ഇറങ്ങി വരും. നിന്റെ രോഗങ്ങളിലേക്ക് ദൈവം ഇറങ്ങി വരും. വിശ്വസിക്കുക, അവൻ ദൈവമാണ്. അവൻ നിന്റെ സൃഷ്ടാവാണ്. നിന്റെ വേദന നീ പറയുന്നതിന് മുൻപേ അറിയുന്ന ശക്തനായ ദൈവം, ശക്തനായ ദൈവം, പരിശുദ്ധനായ ദൈവം. അവന്റെ മഹത്വത്തിന് ചേർന്ന രീതിയിൽ അവനെ ആരാധിക്കുക സാധ്യമല്ല എങ്കിലും നമുക്ക് പരിശ്രമിക്കാം. ഈശോയെ, ഈശോയെ, അങ്ങയെ ഞാൻ സ്തുതിക്കുന്ന യേശുവേ, യേശുവേ, യേശുവേ. ഉന്നതങ്ങളിൽ ആരാധന. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ. യേശുവേ, യേശു രാജാവിന് സ്തുതി, രാജാവിനെ അർപ്പിക്കാം. ഉന്നതങ്ങളിൽ ദൈവത്തെ ആരാധിക്കാം നമുക്ക്. സൃഷ്ടികൾ വാഴ്ത്തട്ടെ, ശുദ്ധർ വണങ്ങട്ടെ. ഉന്നതനാം യേശുവേ. കരങ്ങൾ വീശി സ്വരമുയർത്തി ആരാധിക്കാം. ജീവന്റെ നാഥനെ ആരാധിക്കാം. ജീവന്റെ മേൽ അധികാരമുള്ളവൻ. അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല. നമ്മുടെ ദൈവം ആർക്കും കടക്കാരനല്ല. അവനൊപ്പം പറയാനാരുമേയില്ല. അവനെ പോലാരാധ്യനായ ദൈവം. അവനാർക്കും കടക്കാരനല്ല, അവനാർക്കും ബാധ്യതയല്ല. അവന്റെ മഹത്വത്തെ പാടി വാഴ്ത്താം. അവനൊപ്പം പറയാനാരുമേയില്ല. അവനെ പോലാരാധ്യനില്ല. കരങ്ങൾ ഉയർത്തി, കരങ്ങൾ വീശി ആരാധിക്കാം.
ഇടപെടും. അവൻ നമുക്കായി വാതിലുകൾ തുറക്കും. അവൻ ഈ ആരാധനയിലേക്ക് ഇറങ്ങി വരും. വിശ്വസിക്കുക, വിശ്വാസത്തോടെ ആരാധിക്കുക മാത്രം ചെയ്യുക. ദൈവത്തെ ആരാധിക്കുന്ന സമയം ശക്തിയുടെ സമയമാണ്, സൗഖ്യത്തിന്റെ സമയമാണ്. ദൈവമേ, അങ്ങയുടെ മക്കൾ ആരാധിക്കുന്നു. ഓ ദൈവമേ, അങ്ങയെ ഞങ്ങൾ വാഴ്ത്തുന്നു. നമ്മുടെ പ്രാണനാഥനെ വാഴ്ത്താം. സ്നേഹരാജൻ നീലെല്ലാമേ ജീവനും സ്നേഹവുമേ സമർപ്പിക്കുന്നു. പിതാവേ, എന്റെ ജീവനും സ്നേഹവും നീയാണ്. അങ്ങയെ ഞാൻ ആരാധിക്കുന്നു. കരങ്ങളിലാണ് എന്റെ ജീവൻ. എന്റെ ജീവൻ അങ്ങയുടെ കരങ്ങളിലാണ്. എന്റെ ജീവൻ അങ്ങയുടെ കരങ്ങളിലാണ്. എന്റെ സർവ്വം അങ്ങയുടെ കരങ്ങളിലാണ്. അവനെ വിശ്വസിക്കുക, യേശുവിനെ വിശ്വസിക്കുക, യേശുവിനെ വിശ്വസിക്കുക. ചേർന്ന് ആരാധിക്കാം. യേശുവിന്റെ ശക്തിയുള്ള നാമത്തെ വിളിക്കാം. യേശുവിന്റെ ശക്തിയുള്ള നാമത്തെ നിന്റെ ആദരങ്ങൾ ഏറ്റുപറയട്ടെ. നിന്റെ ആദരങ്ങളിൽ യേശുവിന്റെ നാമം നിറയട്ടെ. യേശുവേ, യേശുവേ, യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. ആരാധന, ആരാധന, ആരാധന. ദൈവമേ, ഞങ്ങളുടെ നുറുങ്ങിയ ഹൃദയങ്ങളിലേക്ക് നിന്റെ ശക്തി കടന്നു വരുമല്ലോ. നിന്റെ കൃപ ഇറങ്ങുന്ന സമയത്തെ ഓർത്ത് നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ആരാധന, 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 ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം യേശുവേ, മഹത്വം യേശുവേ, മഹത്വം കർത്താവേ, മഹത്വം ദൈവമേ. ആരാധന അങ്ങേക്ക്, മഹത്വം അങ്ങേക്ക്. യേശുവേ, യേശുവേ, യേശുവേ. രണ്ട് കരങ്ങളും ഹൃദയത്തോട് ചേർത്ത് പിടിക്കുക. യേശുവിനെ നിന്റെ ഹൃദയത്തുടുപ്പിൽ കാണാമോ? യേശുവിനെ നിന്റെ ഹൃദയത്തുടുപ്പിൽ നിനക്ക് അനുഭവിക്കാമോ? യേശു മാത്രം, യേശു മാത്രമേ ഉള്ളൂ എന്നെ രക്ഷിക്കാൻ. വേറെ ആരുമില്ല എന്നെ രക്ഷിക്കാൻ. യേശുവേ, നിനക്ക് തുല്യനായി നീ മാത്രം യേശുവേ, നീ മാത്രം യേശുവേ, നീ മാത്രം യേശുവേ. നിന്റെ ദൈവവും കർത്താവുമായി ഞാൻ നിന്റെ വലതു കൈ പിടിച്ചിരിക്കുന്നു. ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. ഈ രാത്രിയിൽ ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നു,
നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്നെ നിന്റെ വലത് കൈ പിടിച്ചിരിക്കുന്നു. ഭയപ്പെടേണ്ട. ദൈവം നമ്മളോട് പറയുന്നു, ഭയപ്പെടേണ്ട. നിന്റെ ആരാധനകളിൽ നിന്റെ ദൈവത്തെ നീ കണ്ടുമുട്ടുന്നു. നിന്റെ ആരാധനകളിൽ നിന്റെ ദൈവം ഇറങ്ങി വരുന്നു. ഹൃദയത്തോട് ചേർത്ത് വെച്ച കരങ്ങളിൽ നമ്മുടെ ദൈവത്തിന്റെ സ്നേഹം നീ അനുഭവിക്കുക. നിന്റെ ഹൃദയത്തിലേക്ക് ദൈവ സ്നേഹം ഇറങ്ങുന്നു. അവന്റെ പരിശുദ്ധിയെ വാഴ്ത്തിയവരുടെ ഇടയിലേക്ക് ദൈവം തന്റെ ശക്തി വെളിപ്പെടുത്തും. നിന്റെ വലത് കരം പിടിച്ചിരിക്കുന്ന ദൈവത്തെ നീ അനുഭവിക്കുക. പ്രിയമരെ, മറ്റാരിലും അഭയം തേടരുത്. ദൈവത്തിൽ ആശ്രയിക്കുക. ഈ രാത്രിയിൽ നിന്നെ രക്ഷിക്കാൻ കഴിവുള്ള കരങ്ങളാണ് നിന്റെ ദൈവത്തിൻ്റെത്. നിന്നെ രക്ഷിക്കാൻ കഴിവുള്ള കരങ്ങളാണ് നിന്റെ ദൈവത്തിൻ്റെത്. ഈശോയെ, ഇതാ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. എൻ്റെ ഹൃദയത്തിന്റെ എല്ലാ വേദനകളും ഈ ആരാധനയിൽ ഞാൻ ചേർത്ത് വെക്കുന്നു. കർത്താവേ, അവയ്ക്കെല്ലാം മുകളിൽ നിനക്ക് സ്ഥാനം നൽകുന്നു. ഈ ലോകത്തിലുള്ള എല്ലാറ്റിനും മുകളിൽ നിനക്ക് ഞാൻ സ്ഥാനം നൽകുന്നു. നിന്റെ ഹൃദയത്തിൽ ദൈവത്തിന് സ്ഥാനം കൊടുക്കുക. യേശുവേ, ഹൃദയത്തിൽ പറയാമോ? ഹൃദയത്തിൽ ആരാധിക്കാമോ? ഓ പിതാവേ, എന്റെ കോട്ടയും നീ മാത്രം, എന്റെ കോട്ടയും ശക്തിദുർഗവും യേശുവാണ്. യേശുവേ, യേശുനാഥ നിന്നാശ്രയം, പറയാമോ? നമ്മുടെ ആദരങ്ങൾ കൊണ്ട് പറയാമോ? അവിടുന്നാണ് എന്റെ എല്ലാം. യേശുവേ, ഈ രാത്രിയിൽ എന്നെ രക്ഷിക്കാൻ എന്റെ യേശു മാത്രമേ ഉള്ളൂ. ഈ രാത്രിയിൽ നിന്നെ രക്ഷിക്കാൻ നിന്റെ യേശു ഉണ്ട്. ഈ രാത്രിയിൽ നിന്നെ മോചിപ്പിക്കാൻ നിന്റെ യേശു നിന്റെ അരികിലുണ്ട്. യേശുവേ, എന്റെ തളർന്ന ശരീരത്തിൽ എന്റെ ദൈവത്തിന്റെ ശക്തി ഇറങ്ങും. എന്റെ തളർന്ന ജീവിതത്തിൽ എന്റെ യേശു ഇറങ്ങി വരും. ഈശോയെ, ഞാനിതാ എന്നെ സമർപ്പിക്കുന്നു. എന്റെ എല്ലാം അവിടെ നിന്നാണ് ഏറ്റു പറയുന്നു. നന്ദി പറയുന്നു ഈശോയെ, നന്ദി പറയുന്നു ഈശോയെ. ഈശോയ്ക്ക് നന്ദി പറയാം. യേശുവിന് നന്ദി പറയാം. ഹൃദയത്തിൽ ശാന്തതയിൽ ദൈവത്തിന് നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ശാന്തമായി നമുക്കിരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉടനെ തന്നെ ഡെലിവറൻസ് പ്രയറും വെഞ്ചരിപ്പുമാണ്. നമുക്ക് പ്രാർത്ഥനാപൂർവ്വം കർത്താവെ എന്നെ വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിന് മുമ്പിലായിരിക്കാം. നമ്മെ സഹായിക്കുന്നത് ഫാദർ ജോസഫ് വയലിൽ. സ്നേഹമുള്ളവരെ, എൻ്റെ കയ്യിലിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളെല്ലാവരും പറയും. ഇതൊരു ക്രൂശിത രൂപമാണ്. കുരിശല്ല, ക്രൂശിത രൂപം. ഇതിൽ യേശുവിൻ്റെ ചിത്രം ഇല്ലെങ്കിൽ ഇതിനെ കുരിശെന്ന് പറയും. അപ്പോൾ ഇങ്ങനെ ഇരിക്കും. ഇതിൽ യേശുവിൻ്റെ രൂപമുണ്ടെങ്കിൽ ഇതിനെ ക്രൂശിത രൂപമെന്നും പറയും. ഇതൊരു ക്രൂശിത രൂപമാണ്. ഈ ക്രൂശിത രൂപത്തെപ്പറ്റി പൗലോസ്ലീഹ പറഞ്ഞു, ഇത് യൂദന്മാർക്ക് ഇടർച്ചയും വിജാതീയർക്ക് ഭോഷത്വമാണ്, എന്നാൽ വിശ്വസിക്കുന്നവർക്ക് ഇത് രക്ഷയുടെ അടയാളമാണ്. എന്തുകൊണ്ടാണ് ഇത് വിജാതീയർക്ക് ഭോഷത്വം, യഹൂദന്മാർക്ക് ഇടർച്ച? യേശുവിൻ്റെ കാലത്ത് ഇസ്രായേലിൽ കഠിനമായ 3 ശിക്ഷാരീതികളാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, കൊല്ലേണ്ട വ്യക്തിയുടെ കഴുത്തിൽ
ഒരു ഇരുമ്പ് കയറ് കെട്ടിയിട്ട് മരിക്കുന്നിടം വരെ ആളെ റോഡിൽ കൂടി വലിച്ചുകൊണ്ട് പോകും. 2, കൊല്ലേണ്ട വ്യക്തിയുടെ അരയ്ക്കൊപ്പം ആഴമുള്ള ഒരു കുഴി ഉണ്ടാക്കി ആളെ കുഴിയിൽ ഇറക്കി നിർത്തിയിട്ട് ആ കുഴി മുഴുവൻ ഉണങ്ങിയ ചാണകം കൊണ്ട് മൂടും. എന്നിട്ട് കുഴിക്ക് മുകളിലുള്ള ശരീരം മുഴുവൻ ഉണങ്ങിയ കച്ചിയിട്ട് മൂടും. തുടർന്ന് ആ ആളുടെ വായിലേക്ക് കുറേ കച്ചി കുത്തിത്തിരികെ വെച്ച് ആ കച്ചിക്ക് തീ വെക്കും. അങ്ങനെ ആള് വെന്ത് മരിക്കും. 3-മത്തേതാണ് കുരിശിൽ ഉള്ള കൊല. കുരിശിൽ 2 വിധത്തിൽ കൊല്ലുമായിരുന്നു. ഒന്നെങ്കിൽ കുരിശേൽ കയറുകൊണ്ട് കെട്ടിയിട്ട്, അല്ലെങ്കിൽ കുരിശേൽ ആണിയടിച്ച്. കൊല്ലപ്പെടേണ്ട വ്യക്തി കൂടുതൽ സമയം കുരിശേ കിടക്കണം, കുറച്ച് വേദന എടുത്താൽ മതിയെങ്കിൽ കുരിശേൽ കയറുകൊണ്ട് കെട്ടിയിടും. കൂടുതൽ വേദന സഹിച്ച് വേഗത്തിൽ മരിക്കണമെങ്കിൽ കുരിശേൽ ആണിയടിക്കും. ഞാൻ ഈ പറഞ്ഞ ശിക്ഷാവിധികളിൽ ഏറ്റവും കഠിനമായ ശിക്ഷയായി കരുതിയിരുന്നത് കുരിശിൽ ആണിയടിച്ചിട്ടുള്ള കൊലപാതകമാണ്. ഏറ്റവും കഠിന പാപികൾക്ക് കൊടുക്കുന്ന ശിക്ഷ അതാണ് കുരിശിൽ ആണിയടിച്ചുള്ള കൊലപാതകം. ആ കൊലപാതകമാണ് യേശുക്രിസ്തുവിന് നൽകിയത്. ജെറൂസലേം പട്ടണത്തിൽ തന്നെ ഒരു ദിവസം 500 കുറ്റവാളികളെ വരെ കുരിശിൽ തറച്ച് കൊന്ന ചരിത്രമുണ്ട്. അപ്പോൾ ഏറ്റവും കഠിന പാപികൾക്ക് കൊടുക്കുന്ന ആ ശിക്ഷയാണ്, കുരിശിൽ ആണിയടിച്ചുള്ള ആ ശിക്ഷയാണ് യേശുക്രിസ്തുവിന് കൊടുത്തത്. അതിന് 2 കാരണങ്ങളാണ് അവർ പറഞ്ഞത്. ഒന്ന്, അവൻ യഹൂദ മതത്തിൻ്റെ നിയമം ലംഘിക്കാൻ ആളുകളെ പ്രേരിപ്പിച്ചു, മതനിന്ദ. 2, അവൻ റോമൻ സാമ്രാജ്യത്തിൻ്റെ അഥവാ രാജ്യത്തിൻ്റെ നിയമം ലംഘിക്കുവാൻ ജനങ്ങളെ പ്രേരിപ്പിച്ചു, അഥവാ രാജ്യദ്രോഹം. അപ്പം മതനിന്ദ കുറ്റവും രാജ്യദ്രോഹ കുറ്റവും ചുമത്തി ഏറ്റവും കഠിന പാപികൾക്ക് കൊടുക്കുന്ന കുരിശിൽ ആണിയടിച്ചിട്ടുള്ള കൊലപാതകമാണ് യേശു ക്രിസ്തുവിന് കൊടുത്തത്. അവിടാണ് പൗലോസ് പറഞ്ഞത്, ഇത് യഹൂദർക്ക് ഇടർച്ചയാണ്, ഇത് വിജാതിയർക്ക് ഭോഷത്വമാണ്. എന്നിട്ട് പൗലോസ് പറഞ്ഞു, എന്നാൽ വിശ്വസിക്കുന്നവർക്ക് ഇത് രക്ഷയുടെ അടയാളമാണ്. ഒന്ന് പറയാമോ? വിശ്വസിക്കുന്നവർക്ക് ഇത് രക്ഷയുടെ അടയാളമാണ്. അപ്പൊ ഈ കുരിശിന്റെ ശക്തി കൊണ്ടാണ്, ഈ കുരിശിലെ മരണത്തിലൂടെയാണ് യേശു സർവ്വത്തിന് മേല് വിജയം നേടിയത്. പാപത്തിൻ്റെ മേല്, പിശാചിൻ്റെ മേല്, രോഗങ്ങളുടെ മേല്, സകല തിന്മകളുടെ മേല് വിജയം നേടിയത് ഈ കുരിശ് മരണത്തിലൂടെയാണ്. അപ്പം അതുകൊണ്ട് ഈ കുരിശിന് ശക്തിയുണ്ട്. ഈ കുരിശിൽ മരിച്ച യേശുവിൻ്റെ നാമത്തിൻ്റെ മുമ്പിൽ ഇത് കീഴടങ്ങാത്തത് യാതൊന്നുമില്ല. അതുകൊണ്ടാണ് പൗലോസ് ഫിലിപ്പിയർക്കുള്ള ലേഖനത്തെ നമ്മൾ വായിക്കുന്നത്, അവൻ്റെ നാമത്തിൻ്റെ മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സർവ്വതും കീഴടങ്ങുകയും മുട്ടുകൾ മടക്കുകയും ചെയ്യുന്നു. യേശുക്രിസ്തു ചെയ്ത ആദ്യത്തെ അത്ഭുതം കാനായിൽ വെള്ളം വീഞ്ഞാക്കിയതാണ്. അത് യേശു ചെയ്ത അത്ഭുതമാണ്. എന്നാൽ യേശുവിൻ്റെ നാമത്തിൽ ചെയ്ത ആദ്യത്തെ അത്ഭുതം ആ ജെറൂസലേം ദേവാലയത്തിന് മുമ്പിൽ മുടന്തനെ സുഖപ്പെടുത്തിക്കൊണ്ട് പത്രോസ് ചെയ്ത അത്ഭുതമാണ്. സ്വർണമോ വെള്ളിയോ തരാൻ എൻ്റെ പക്കലില്ല, എനിക്കുള്ളത് ഞാൻ തരാം, നസറായനായ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് എഴുന്നേറ്റ് നടക്കുക. ആ മനുഷ്യൻ എഴുന്നേറ്റ് നടന്നു. അത് യേശുവിൻ്റെ നാമത്തിലുള്ള അത്ഭുതങ്ങളുടെ ആരംഭമായിരുന്നു. യേശുവിൻ്റെ നാമത്തിൽ മനുഷ്യൻ ചെയ്യുന്ന അത്ഭുതങ്ങളുടെ ആരംഭമായിരുന്നത്. പ്രിയപ്പെട്ടവരെ, അന്ന് മുതൽ ഇന്ന് വരെയും അവൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും സംഭവിച്ചുകൊണ്ടിരിക്കുക. അവൻ്റെ നാമത്തിൽ ദുഷ്ടാരൂപികൾ ബന്ധിക്കപ്പെടുകയും ബഹിഷ്കരിക്കപ്പെടുകയും തുടരുക. അവൻ്റെ നാമത്തിൽ രോഗശാന്തികൾ സംഭവിക്കുക. അവൻ്റെ നാമത്തിൽ സർവ്വ തകർച്ചകളും തിന്മകളും വിട്ടുപോവുകയാണ്. അതുകൊണ്ട് അവൻ്റെ നാമം വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. വീണ്ടും നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പിപ്പിടിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ക്രൂശിതനായ യേശുവിലേക്ക്, അവൻ്റെ കുരിശിലേക്ക് നിങ്ങൾക്ക് നോക്കാമോ? ഈ കുരിശിലൂടെയാണ് അവൻ നമുക്ക് രക്ഷ നേടിത്തന്നത്. ഈ കുരിശിലൂടെയാണ് അവൻ സർവ്വത്തെയും കീഴടക്കിയത്. അവൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും സംഭവിക്കുന്നു. അവൻ്റെ രക്തത്താൽ
മോചനമുണ്ട്, അവന്റെ നാമത്തിൽ വിടുതലുണ്ട്. ഇത് നമുക്ക് വിശ്വസിക്കാം. ഒരുപക്ഷെ നമുക്ക് അധികം ദൈവാനുഗ്രഹങ്ങൾ കിട്ടാത്തതിൻ്റെ 2-3 കാരണങ്ങൾ: 1 നമ്മുടെ അശുദ്ധിയാണ്, 2 നമ്മുടെ വിശ്വാസക്കുറവാണ്, 3 നമ്മുടെ പ്രാർത്ഥനയുടെ കുറവാണ്. അഥവാ നമുക്ക് അല്പം കൂടി വിശ്വാസമുണ്ടെങ്കിൽ, അല്പം കൂടി വിശുദ്ധി ഉണ്ടെങ്കിൽ, അല്പം കൂടി പ്രാർത്ഥനയുണ്ടെങ്കിൽ കുറെ കൂടി അനുഗ്രഹങ്ങൾ നമുക്ക് യേശു നാമത്തിൽ കിട്ടും. ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടച്ച് നമ്മൾ ചെയ്തു പോയ എല്ലാ പാപങ്ങളും ഓർത്ത് അനുതപിച്ച് ഈശോയുടെ മാപ്പ് ചോദിക്കാം. കർത്താവായ ഈശോയെ, വിചാരം കൊണ്ട്, വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട്, ഉപേക്ഷ കൊണ്ട് ഇന്നുവരെയുള്ള ജീവിതത്തിൽ ഞാൻ ചെയ്തു പോയ എല്ലാ പാപങ്ങളും എന്നോട് ക്ഷമിക്കണമേ. ആ പാപത്തിന്റെ കടങ്ങൾ ഇളച്ചു തരണമേ. ആ പാപത്തിന്റെ മുറിവുകളെ ഉണക്കണമേ. ദൈവാനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ അശുദ്ധിയും എന്നിൽ നിന്ന് മാറ്റിക്കളയണമേ എന്ന് പ്രാർത്ഥിക്കാം. അതുപോലെ നമുക്ക് ഏറ്റുപറയാം, കർത്താവേ, നിന്നെ ഞാൻ വിശ്വസിക്കുന്നു, നിന്നെ എന്റെ രക്ഷകനും നാഥനുമായി ഏറ്റുപറയുന്നു. നിന്റെ നാമത്തിലാണ് രക്ഷ, നിന്റെ നാമത്തിലാണ് വിടുതലെന്ന് നമുക്ക് ഏറ്റുപറയാം. ആ വിശ്വാസം നമുക്ക് പ്രകടിപ്പിക്കാം. 3-ാമത്തെ കാര്യം, നമ്മൾ അവന്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. പത്രോസ് പ്രാർത്ഥിച്ചു, ഓ പിതാവായ ദൈവമേ, അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷകരമായ നസറായനായ യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും സംഭവിക്കട്ടെ എന്ന്. അങ്ങനെ പ്രാർത്ഥിച്ച ഉടനെ അവരിരുന്ന സ്ഥലം മുഴുവൻ കുലുങ്ങി, അവരെല്ലാവരും പരിശുദ്ധാത്മാവോട് നിറഞ്ഞു. അവിടെ അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും സംഭവിച്ചു. പിതാവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഈ ദേവാലയത്തെ, ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന പ്രദേശങ്ങളെ അവിടെ നിന്ന് അവിടുത്തെ ആലയമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും സൗഖ്യങ്ങളും മാനസാന്തരങ്ങളും എല്ലാം സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമം വിളിച്ച് കരങ്ങൾ ഉയർത്തി നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുവാൻ, അടയാളങ്ങൾ സംഭവിക്കാൻ, രോഗശാന്തികൾ സംഭവിക്കാൻ, പൈശാചിക പീഡകൾ വിട്ടുപോകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഭവനങ്ങളെ, വസ്തുവകളെ, കുടുംബാംഗങ്ങളെ എല്ലാം സമർപ്പിക്കാം. നമ്മുടെ കുടുംബത്തിന്റെ മേലുള്ള പാപത്തിന്റെ, ശാപത്തിന്റെ, പൈശാചിക ബന്ധനങ്ങളുടെ, രോഗപീഠങ്ങളുടെ എല്ലാ കെട്ടുകളും നസ്രായകനായ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ തകർന്നു വീഴുന്നതിന് വേണ്ടി, പൊട്ടിപ്പോകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. നസ്രായനായ യേശുവിന്റെ നാമത്തിൽ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മൾ പ്രാർത്ഥിക്കുന്ന ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സൗഖ്യങ്ങളും മാനസാന്തരങ്ങളും സംഭവിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നുറക്കെ സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ? ശബ്ദമുയർത്തി പ്രാർത്ഥിക്കാമോ? വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാമോ? ഓ കർത്താവേ, വിളിച്ച് പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് മറ്റൊരു ദൈവമില്ല. നീയാണ് ഞങ്ങളുടെ കർത്താവ്, നീയാണ് ദൈവം. മറ്റുള്ള ദൈവം ഞങ്ങൾക്കില്ല. നിന്റെ നാമത്തിൽ രക്ഷയുണ്ട്, നിന്റെ നാമത്തിൽ വിടുതലുണ്ട്, നിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സൗഖ്യങ്ങളുമുണ്ട്. അവിടെ കർത്താവേ, ഞങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ നാമത്തിന്റെ ശക്തി പ്രകടമാക്കണമേ, നിന്റെ സ്നേഹം പ്രകടമാക്കണമേ. രക്ഷിക്കുവാനുള്ള കഴിവ് അത്ഭുതങ്ങളിലൂടെ, അടയാളങ്ങളിലൂടെ, സൗഖ്യങ്ങളിലൂടെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് എല്ലാവരുടെ മേല് വിശുദ്ധ ജലം തളിക്കും. സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളെ നാഥ രക്ഷിക്കാൻ, അലറി വിഴുങ്ങാൻ ഉഴറി വരുന്നൊരു ശത്രുവിൽ നിന്നും രക്ഷിക്കാൻ. വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളെ നാഥ രക്ഷിക്കാൻ, അലറി വിഴുങ്ങാൻ ഉഴറി വരുന്നൊരു ശത്രുവിൽ നിന്നും രക്ഷിക്കാൻ. യേശുവിന്റെ തിരുനാമത്താൽ സാത്താൻ ബന്ധിതനാകട്ടെ, പാപ പരീക്ഷകൾ, രോഗപീഠകൾ സർവം നീങ്ങിപ്പോകട്ടെ. യേശുവിന്റെ തിരുനാമത്താൽ സാത്താൻ ബന്ധിതനാകട്ടെ, പാപ പരീക്ഷകൾ, രോഗപീഠകൾ സർവം നീങ്ങിപ്പോകട്ടെ. യേശുവിന്റെ തിരുരക്തത്താൽ സാത്താൻ കോട്ടകൾ തകരട്ടെ, നൈരാശ്യങ്ങൾ, വൈരാഗ്യങ്ങൾ സർവം നീങ്ങിപ്പോകട്ടെ. യേശുവിന്റെ തിരുരക്തത്താൽ സാത്താൻ മുൻകൾ തകരട്ടെ, നൈരാശ്യങ്ങൾ, വൈരാഗ്യങ്ങൾ സർവം നീങ്ങിപ്പോകട്ടെ. വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങൾ നാഥ രക്ഷിക്കാൻ, അലറി വിഴുങ്ങാൻ ഉഴറി വരുന്നൊരു ശത്രുവിൽ നിന്നും രക്ഷിക്കാൻ. വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങൾ നാഥ രക്ഷിക്കാൻ, അലറി വിഴുങ്ങാൻ ഉഴറി വരുന്നൊരു ശത്രുവിൽ നിന്നും രക്ഷിക്കാൻ.
യേശുവിന്റെ സ്തോത്രത്താലെ സാത്താൻ ഭയന്നു തളരട്ടെ, ദുർവാസനയും ക്ഷുദ്രവിപത്തും സർവം നീങ്ങിപ്പോകട്ടെ. യേശുവിന്റെ സ്തോത്രത്താലെ സാത്താൻ ഭയന്നു തളരട്ടെ, ദുർവാസനയും ക്ഷുദ്രവിപത്തും സർവം നീങ്ങിപ്പോകട്ടെ. യേശുവിന്റെ തിരുവചനത്താൽ സാത്താൻ വിട്ടുപോകട്ടെ, ഗർവം സ്വാർത്ഥത കോപം ദ്വേഷം സർവം നീങ്ങിപ്പോകട്ടെ. യേശുവിന്റെ തിരുവചനത്താൽ സാത്താൻ വിട്ടുപോകട്ടെ, ഗർവം സ്വാർത്ഥത കോപം ദ്വേഷം സർവം നീങ്ങിപ്പോകട്ടെ. കരങ്ങളടിച്ച് പാടാം. വിശുദ്ധ കുരിശിനടയാളത്താൽ ഞങ്ങളെ നാഥാ രക്ഷിക്കാം, അലറി വിഴുങ്ങാൻ ഉഴറി വരുന്നൊരു ശത്രുവിൽ നിന്നും രക്ഷിക്കാം. വിശുദ്ധ കുരിശിനടയാളത്താൽ ഞങ്ങളെ നാഥാ രക്ഷിക്കാം, അലറി വിഴുങ്ങാൻ ഉഴറി വരുന്നൊരു ശത്രുവിൽ നിന്നും രക്ഷിക്കാം. യേശുവിന്റെ തിരുനാമത്താൽ സാത്താൻ ബന്ധിതനാകട്ടെ, പാപപരീക്ഷകൾ രോഗപീഠകൾ സർവം നീങ്ങിപ്പോകട്ടെ. യേശുവിന്റെ തിരുനാമത്താൽ സാത്താൻ ബന്ധിതനാകട്ടെ, പാപപരീക്ഷകൾ രോഗപീഠകൾ സർവം നീങ്ങിപ്പോകട്ടെ. യേശുവിന്റെ തിരുരക്തത്താൽ സാത്താൻ കോട്ടകൾ തകരട്ടെ, നൈരാശ്യങ്ങൾ വൈരാഗ്യങ്ങൾ സർവം നീങ്ങിപ്പോകട്ടെ. യേശുവിന്റെ തിരുരക്തത്താൽ സാത്താൻ കോട്ടകൾ തകരട്ടെ, നൈരാശ്യങ്ങൾ വൈരാഗ്യങ്ങൾ സർവം നീങ്ങിപ്പോകട്ടെ. ഓ വിശുദ്ധ കുരിശിനടയാളത്താൽ ഞങ്ങൾ നാഥാ രക്ഷിക്കാം, അലറി വിഴുങ്ങാൻ ഉഴറി വരുന്നൊരു ശത്രുവിൽ നിന്നും രക്ഷിക്കാം. വിശുദ്ധ കുരിശിനടയാളത്താൽ ഞങ്ങൾ നാഥാ രക്ഷിക്കാം, അലറി വിഴുങ്ങാൻ ഉഴറി വരുന്നൊരു ശത്രുവിൽ നിന്നും രക്ഷിക്കാം. യേശുവിന്റെ സ്തോത്രത്താലെ സാത്താൻ ഭയന്നു തളരട്ടെ, ദുർവാസനയും ക്ഷുദ്രവിപത്തും സർവം നീങ്ങിപ്പോകട്ടെ. യേശുവിന്റെ സ്തോത്രത്താലെ സാത്താൻ ഭയന്നു തളരട്ടെ, ദുർവാസനയും ക്ഷുദ്രവിപത്തും സർവം നീങ്ങിപ്പോകട്ടെ. യേശുവിന്റെ തിരുവചനത്താൽ സാത്താൻ വിട്ടു പോകട്ടെ, ഗർവം സ്വാർത്ഥത കോപം ദ്വേഷം സർവം നീങ്ങിപ്പോകട്ടെ. യേശുവിന്റെ തിരുവചനത്താൽ സാത്താൻ വിട്ടുപോകട്ടെ, ഗർവം സ്വാർത്ഥത കോപം ദ്വേഷം സർവം നീങ്ങിപ്പോകട്ടെ. വിശുദ്ധ കുരിശിനടയാളത്താൽ ഞങ്ങളെ നാഥാ രക്ഷിക്കാം, അലറി വിഴുങ്ങാൻ ഉഴറി വരുന്നൊരു ശത്രുവിൽ നിന്നും രക്ഷിക്കാം. വിശുദ്ധ കുരിശിനടയാളത്താൽ ഞങ്ങളെ നാഥാ രക്ഷിക്കാം, അലറി വിഴുങ്ങാൻ ഉഴറി വരുന്നൊരു ശത്രുവിൽ നിന്നും രക്ഷിക്കാം. യേശുവിന്റെ തിരുനാമത്താൽ സാത്താൻ ബന്ധിതനാകട്ടെ, പാപപരീക്ഷകൾ രോഗപീഠകൾ സർവം നീങ്ങിപ്പോകട്ടെ. യേശുവിന്റെ തിരുനാമത്താൽ സാത്താൻ ബന്ധിതനാകട്ടെ, പാപപരീക്ഷകൾ രോഗപീഠകൾ സർവം നീങ്ങിപ്പോകട്ടെ. യേശുവിന്റെ തിരുരക്തത്താൽ സാത്താൻ കോട്ടകൾ തകരട്ടെ, നൈരാശ്യങ്ങൾ വൈരാഗ്യങ്ങൾ സർവം നീങ്ങിപ്പോകട്ടെ. യേശുവിന്റെ തിരുരക്തത്താൽ സാത്താൻ കോട്ടകൾ തകരട്ടെ, നൈരാശ്യങ്ങൾ വൈരാഗ്യങ്ങൾ സർവം നീങ്ങിപ്പോകട്ടെ. വിശുദ്ധ കുരിശിനടയാളത്താൽ ഞങ്ങളെ നാഥാ രക്ഷിക്കാം, അലറി വിഴുങ്ങാൻ ഉഴറി വരുന്നൊരു ശത്രുവിൽ നിന്നും രക്ഷിക്കാം. വിശുദ്ധ കുരിശിനടയാളത്താൽ ഞങ്ങളെ നാഥാ രക്ഷിക്കാം, അലറി വിഴുങ്ങാൻ ഉഴറി വരുന്നൊരു ശത്രുവിൽ നിന്നും രക്ഷിക്കാം. യേശുവിന്റെ സ്തോത്രത്താലെ സാത്താൻ ഭയന്നു തളരട്ടെ, ദുർവാസനയും ക്ഷുദ്രവിപത്തും സർവം നീങ്ങിപ്പോകട്ടെ. യേശുവിന്റെ സ്തോത്രത്താലെ സാത്താൻ ഭയന്നു തളരട്ടെ, ദുർവാസനയും ക്ഷുദ്രവിപത്തും സർവം നീങ്ങിപ്പോകട്ടെ. യേശുവിന്റെ തിരുവചനത്താൽ സാത്താൻ വിട്ടു പോകട്ടെ, ഗർവം സ്വാർത്ഥത കോപം ദ്വേഷം സർവം നീങ്ങിപ്പോകട്ടെ. യേശുവിന്റെ തിരുവചനത്താൽ സാത്താൻ വിട്ടുപോകട്ടെ, ഗർവം സ്വാർത്ഥത കോപം ദ്വേഷം സർവം നീങ്ങിപ്പോകട്ടെ. വിശുദ്ധ കുരിശിനടയാളത്താൽ ഞങ്ങളെ നാഥാ രക്ഷിക്കാം, അലറി വിഴുങ്ങാൻ ഉഴറി വരുന്നൊരു ശത്രുവിൽ നിന്നും രക്ഷിക്കാം. വിശുദ്ധ കുരിശിനടയാളത്താൽ ഞങ്ങളെ നാഥാ രക്ഷിക്കാം, അലറി വിഴുങ്ങാൻ ഉഴറി വരുന്നൊരു ശത്രുവിൽ നിന്നും രക്ഷിക്കാം. യേശുവേ Praise the Lord. Hallelujah. ഇരിക്കാം.